गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ जय नारायण गुरुप्रिये शिवगिरीश्वरी शरदे चन्द्रास्य शरच्चन्द्रमणि ॐ श्रीनारायण परमगुरवे नमः। ॐ श्रीमात्रे नमः। ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അറിവിൻ്റെ അമ്മയായ ശാരദാമ്മയെ വീണ്ടും വണങ്ങുന്നു. ഈ സദസ്സിൽ പുരുഷരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. അതുപോലെ തന്നെ കോട്ടയം യൂണിയൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള മഹനീയമായ ഒരു പഠന സംഘം രൂപീകരിച്ച് ഗുരുദേവ കൃതികൾ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം യൂണിയൻ ഭാരവാഹികൾ, ഇതിന് സാന്നിധ്യം വഹിക്കുന്ന ശ്രീ പ്രസാദ് സാർ അവർ, അതുപോലെ ഇതിൻ്റെ മറ്റ് സംഘാടക സാന്നിധ്യങ്ങളെ എന്നെ ഈ വേദിയിലേക്ക് നയിക്കുന്നതിന് നിമിത്തമായ ശ്രീ സന്ധ്യാജി, അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുവിൻ്റെ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതി ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ച ആളാണ് ഞാൻ. ഒരു ശാഖയിൽ ഒരു വർഷത്തെ പഠനമായിരുന്നത് ഞാൻ ഇന്ന് ഭഗവാൻ എൻ്റെ കയ്യിൽ 3 മണിക്കൂർ തന്നിട്ടുണ്ട്. അത് ഗുരു തന്നെ കൊണ്ടുപോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ സാരവത്തായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട ആ ഒരു സൂചനകൾ, കൂടുതൽ പഠനത്തിന് അന്വേഷിക്കേണ്ട സൂചനകളൊക്കെ തന്നുകൊണ്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനനി നവരത്ന മഞ്ജരി മഹാഗുരുവിൻ്റെ ദേവീ സ്തുതിപരമായ കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അതിലേറ്റവും മുന്നിൽ വയ്ക്കാവുന്ന കൃതി തന്നെയാണ്. മത്തേവം എന്ന വൃത്തത്തിലാണ് ഗുരു ഈ കൃതി രചിച്ചിരിക്കുന്നത്. മത്തേവം വൃത്തം. മത്തേവം എന്ന പദത്തിന് മതയാന എന്നർത്ഥം. മതയാനയുടെ ചലനങ്ങൾ എങ്ങനെയോ അതുപോലെ തുള്ളിത്തുളുമ്പുന്ന പദങ്ങളുടെ ഒരു വിന്യാസം നമുക്ക് ജനനി നവരത്ന മഞ്ജരിയിൽ കാണാം. അതായത് 22 അക്ഷരങ്ങളുണ്ട് മത്തേവം വൃത്തത്തിന്. അതായത് 2 വരികൾ കൂടുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനാ മഞ്ജരിയിൽ തരുന്നിരിക്കുന്ന 2 വരികൾ ചേരുന്നത് ഒരു വരിയാണ്. അങ്ങനെ 4 വരി, 22 അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഒരു വരിയിൽ 22 അക്ഷരങ്ങൾ. അതിൽ അങ്ങനെയുള്ള ചില്ലക്ഷരങ്ങൾ ഒഴിച്ചിട്ട് എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം 22 അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വൃത്തമാണ് മത്തേവ വൃത്തം. നവമഞ്ജരിയും ഷാൺമാതുരസ്തവവും ഒക്കെ എഴുതിയിരിക്കുന്നത് മത്തേവ വൃത്തത്തിൽ തന്നെയാണ്. കേട്ടിട്ടുണ്ടോ മത്തേവ വൃത്തത്തെ കുറിച്ച്? കേട്ടിട്ടില്ല അല്ലെ? മതയാനയെ പോലെ മതിച്ചു തുളുമ്പുന്ന പദങ്ങളാണ്. ഗുരുവിന്റെ ഷാൺമാതുരസ്തവമൊക്കെ ഏകദേശം നവമഞ്ജരിയൊക്കെ ആദ്യകാലത്ത്, ഗുരുവിന്റെ ഏറ്റവും ആദ്യകാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കൃതിയാണ് മത്തേവ വൃത്തം. അതായത് വൃത്തമഞ്ജരി എഴുതുന്ന ഉള്ളൂർ രാജരാജവർമ്മ ശരിക്കും മത്തേവ വൃത്തത്തിന് ഒരു ഉദാഹരണം കൊടുക്കുവാൻ ആ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നിട്ട് 4 വരികൾ രചിച്ചിട്ട് 1904 4 വരികൾ ഉദാഹരണമായി തനിയെ രചിച്ചുകൊണ്ട് അതിന് ഉദാഹരണം കൊടുത്ത ആളാണ്. പക്ഷെ അന്നും ഭഗവാൻ 1884 നവമഞ്ജരി രചിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ആരുടെയും കണ്ണില് പെട്ടിരുന്നില്ല. നമ്മൾ ഓർക്കണം, കവിശ്രേഷ്ഠനായ, കവീശ്വരനായ, ഋഷീശ്വരനായ മഹാഗുരുവിന്റെ കവിത്വ പാഠവും ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? അതുപോലെ ഇപ്പോൾ ദേവീ പ്രണാമ, ദേവീഷ്ടകമൊക്കെ പഠിക്കുമ്പോൾ അനുപ്രാസ യമകങ്ങളുടെ നല്ല ഒരു ലാഞ്ചന നമുക്ക് അതിലേക്ക് കാണാം. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. അധികം എന്താ പറയാ, ആമുഖത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാവരും പഠിതാക്കളാണ്, ഒത്തിരി വർഷങ്ങളായി പഠിക്കുന്നവരാണ്, ആധ്യാത്മികമായി ഒത്തിരി അറിവുള്ളവരാണ്. കോട്ടയംകാരെ ഞാൻ പ്രണമിക്കുകയാണ്. കാരണം ഗുരുദേവ ദർശന വീഥികളിൽ
ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടയം. അപ്പോ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വട്ടമല്ല 10 വട്ടം ആലോചിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇത് വിചാരം ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. നമുക്കറിയാം ഇന്നേ കാലഘട്ടത്തില് ഗുരുവിനെ പഠിപ്പിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ധാരാളം ആളുകളുണ്ട്. പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ. പക്ഷേ ഗുരുവിനെ അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. ഭക്തന്മാര് കൂടുതലും ശിഷ്യന്മാര് കുറവുമാണ്, അല്ലെ? യഥാർത്ഥ ശിഷ്യന്മാര് കുറവുമുള്ള കാലഘട്ടത്തിൽ ഗുരുവിന്റെ കൃതികളുടെ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള മനനം നമ്മുടെ ഗുരുവിനെ അനുഭവിക്കാൻ നമ്മളെ മനസ്സിനെ കെൽപ്പുള്ളതാക്കട്ടെ. അപ്പോൾ 1912 ഈ കൃതിയുടെ രചനാ കാലഘട്ടം എന്ന് കരുതപ്പെടുന്നു. 1912 ശിവഗിരിയിൽ അത്യാവശ്യം പോയിന്റുകൾ മാത്രം നിങ്ങൾ കുറിച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫോണുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് അത് വീണ്ടും ഒന്ന് കേൾക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കാം. ഏതായത് നമുക്കിപ്പോ നോട്ട് പറഞ്ഞു തന്നിട്ട് അങ്ങനെ എഴുതാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പോ അതായത് ശിവഗിരി ശാരദാ മഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിലാണ് ഗുരു ഈ കൃതി രചിച്ചത് എന്ന് കരുതുന്നു. അതായത് സുഗുണാനന്ദഗിരി സ്വാമികള്, സംഗീത സ്വാമികൾ എന്നറിയപ്പെടുന്ന സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ് ഇത് പകർത്തിയെടുക്കാനുള്ള അവസരം ലഭിച്ചത് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇതിനെക്കുറിച്ച് കുറച്ചൊരു ഇത് സുഗുണാനന്ദഗിരി സ്വാമികൾ തന്നെയാണോ അതോ വേറെ ഒരു പേര് കൂടി ഇതിന്റെ മുന്നിലേക്ക് ഉയർന്നു വന്നതിന്റെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നില്ല. അപ്പോ എന്തായാലും സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ് ഇത് പകർന്നു കൊടുത്തത് എന്നുള്ളതിന് ആണ് കൂടുതൽ പ്രബലത. കാരണം ഗുരുവിന്റെ കൃതികൾ വരുന്നത് നമ്മളൊക്കെ ഇപ്പൊ എഴുതുന്ന പോലെ ഒരു ബുക്കും പേപ്പറും എടുത്ത് വെച്ച് എഴുതിയതല്ല. ഗുരുവിന്റെ കൃതികൾ വരുന്നത് ഗുരുവിന്റെ ആ വ്യക്തിത്വത്തിൽ നിന്നല്ല, അസ്തിത്വത്തിൽ നിന്നാണ്, ഉണ്മയിൽ നിന്നാണ് കൃതി വരുന്നത്. ഗുരുവിന്റെ സ്വരൂപത്തിൽ നിന്നുള്ള അനുഭൂതിയാണ് വരുന്നത്. ആ സമയത്ത് അത് കിട്ടുന്നത് കരിവോടെ കാത്തു സൂക്ഷിച്ച ഒരു അക്ഷരം പിഴവാതെ നമുക്ക് തന്ന ആ ശിഷ്യഗണങ്ങളെ കൂടി ഇപ്പൊ നമ്മൾ പ്രണമിക്കണം. കാരണം ഒരു വരി അവർ എഴുതാൻ വിട്ടുപോയാൽ തിരിച്ചു ഭഗവാൻ പറയും അത് എഴുതിയ ആളിൽ പോയില്ല എന്ന് പറയും. കാരണം ഗുരുവിന്റെ അനുഭവമാണത്, സ്വത്വമാണ്. അതിൽ നിന്നാണ് വാക്കുകളും ഒഴുകി വരുന്നത്. അപ്പോ അത് പകർന്നെടുത്ത ആ ശിഷ്യഗണങ്ങളെയും നമുക്ക് ഈ അവസരത്തിൽ പ്രണമിക്കാം. അപ്പോ പിന്നെ അറിയാനുള്ള ഒരു കാര്യം 1912 മത്തേവ വൃത്തം, പിന്നെ പറഞ്ഞ സുഗുണാനന്ദഗിരി സ്വാമികളാണ് ഇത് പകർത്തിയെടുത്തത് എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് അതായത് ആദ്യ നോട്ടത്തിൽ നമുക്ക് തോന്നാം ഇതൊരു ഉപാസനാ ശാസ്ത്രമാണ്, ഒരു സ്തോത്രകൃതിയാണെന്ന് തോന്നാം. പക്ഷെ നമുക്കിപ്പോ നമുക്കറിയാം, നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഗുരു എങ്ങോട്ടൊക്കെയാ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. അതായത് ഇത് ആഴത്തിലേക്ക് മനനം ചെയ്യുമ്പോൾ നമ്മൾ അറിയും ഇതൊരു ദാർശനികതയുടെ ഉത്തുംഗ ശൃംഖങ്ങളിൽ വിരാജിക്കുന്ന ഒരു ദാർശനിക കൃതി തന്നെയാണ് ജനി നവരത്ന മഞ്ജരി എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ നമുക്കറിയാം ഭാരതത്തിലെ ശാക്തേയ പ്രസ്ഥാനത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 ഗ്രന്ഥങ്ങളാണുള്ളത്. അതായത് ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും സൗന്ദര്യലഹരിയും. അങ്ങനെയാണെന്ന് ഭാരതീയരുടെ കൺസെപ്റ്റ്. പക്ഷെ നമ്മൾ അറിയണം ഈ 3 ഗ്രന്ഥങ്ങളുടെയും ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, ഈ 3 ഗ്രന്ഥങ്ങളുടെയും സത്ത എടുത്തിട്ട് 9 ശ്ലോകങ്ങളിലായി ജനനി നവരത്ന മഞ്ജരി എന്ന പേരിൽ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് നമ്മളിത് അറിഞ്ഞോ? അറിയില്ല. നമ്മുടെ പൂജാമുറിയിലെ ലളിതാ സഹസ്രനാമത്തോടൊപ്പം ഭഗവാന്റെ ജനനി നവരത്ന മഞ്ജരി സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട, നമ്മുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അനേകം പേജുകളിൽ ദേവി മഹാത്മ്യത്തിൽ അനേകം പേജുകളിലൂടെ ഓരോ അസുരയുദ്ധങ്ങൾ വർണ്ണിക്കുമ്പോൾ ഒരു എൻ പാപമേയുവതിന് ഒറ്റ പദം കൊണ്ട് അത് എല്ലാത്തിന്റെ സാരം നമുക്ക് തന്നു കഴിഞ്ഞു. നമുക്ക് അതിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോ ശാക്തേയ പ്രസ്ഥാനത്രയങ്ങളിൽ നമ്മളുടെ സാരസത്ത അടങ്ങിയിരിക്കുന്ന കൃതിയാണ് ജനി നവരത്ന മഞ്ജരി. പിന്നെ ഇതിനകത്ത് വൃത്തം പറഞ്ഞു. അതുപോലെ തന്നെ ദേവിയെ ജനനിയായി സങ്കല്പിച്ചിരിക്കുന്നു. അതായത് ദേവി സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, പട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞ്, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്, ഉടയാടകളൊക്കെ ചാർത്തിയ ഒരു ദേവി രൂപമാണ്. അത് വെറും സ്ഥൂല രൂപം മാത്രമാണ്. ഇവിടെ ഗുരു നമുക്ക് തരുന്നത് ബ്രഹ്മശക്തിയായ പരമാത്മ സ്വരൂപിണിയായ ദേവിയെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോ ഇനിയും നമ്മൾ ആമുഖം പറഞ്ഞ അദ്വൈതങ്ങൾ പറഞ്ഞു പോകും. കാരണം സ്ഥൂലം,
സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, പരമാത്മ സ്വരൂപം. അഞ്ച് രൂപങ്ങളിലാണ് ദേവി എന്ന് ആരാധന ചെയ്യുന്നതെങ്കിൽ ഗുരു പരമാത്മ സ്വരൂപ രൂപിണിയായ ബ്രഹ്മത്തിന്റെ ശക്തിയായിട്ടാണ് ദേവി സങ്കല്പത്തെ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. യുക്തി തന്നെ, യുക്തിക്ക് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കാരണം ഭഗവാൻ നമ്മളോട് പറയും, എന്ത് നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് വെച്ച് സ്വീകരിച്ചാൽ മതി. ഗുരുവിന്റെ കൃതികൾ പോലും ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ യുക്തിപൂർവ്വമുള്ള ചിന്തയിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും, അല്ലെ? അപ്പൊ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് ഒന്ന് പോകാം. അതിനു മുമ്പ് ജനനി അമ്മയാണ്, നവ 9 നവരത്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രത്നം തന്നെയാണ്. അപ്പോ 9 രത്നങ്ങളാകുന്ന മഞ്ചരി പൂങ്കുല, നവരത്ന മഞ്ചരി എന്ന് പറഞ്ഞാൽ 9 രത്ന സമാനമായ ആ പൂങ്കുല, 9 രത്നങ്ങൾ അടങ്ങിയ ഒരു പൂങ്കുല ചേർത്ത് വെച്ചിട്ട് 9 ശ്ലോകങ്ങൾ അടങ്ങിയ ആ മഞ്ചരിയായിട്ട് ചേർത്ത് വെച്ചിട്ട് മഞ്ചരി പൂങ്കുല എന്നർത്ഥം ദേവിയുടെ സമർപ്പിക്കുകയാണ്. അതായത് രത്നത്തിന്റെ തിളക്കവുമുണ്ട്, പുഷ്പത്തിന്റെ സുഗന്ധവുമുള്ള ആ ജനനിക്ക് മുന്നിൽ 9 ശ്ലോകങ്ങൾ നാം സമർപ്പിക്കുകയാണ്. നമ്മെ തന്നെ ആത്മസമർപ്പണം നടത്തുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ രക്ഷിക്കൂ, അല്ലെ? ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ശ്ലോകം എല്ലാവരും ഒരുമിച്ച് നമുക്ക് ചൊല്ലിക്കാം. പിന്നെ വീണ്ടും ചൊല്ലണ്ടല്ലോ, അല്ലെ? വീണ്ടും രണ്ടാമത്തെ ശ്ലോകം വരുമ്പോൾ സമയം പോകും. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലിക്കോളൂ, ഒരുമിച്ച് ചൊല്ലുക. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടെല്ലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറുന്നാഥ ഭൂമിയിൽ അമർന്നാ തെറ്റുകളൊന്നും വന്നിട്ടില്ല. ഒന്ന് പിരിച്ചു പറഞ്ഞുകൊണ്ട് വേഗത്തിലേക്ക് പോകും. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജന്മി. തുടക്കം തന്നെ ഒന്നായ ഗുരുവിന്റെ ദർശനം ഏകമാ, ഒന്നേ ഉള്ളൂ. ഏകം ഏവ അദ്വിതീയം, രണ്ടാമതൊന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ദർശനത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന്, മഹാമതിയാണ് മാമതി, ആ ഏകമായ പരമേശ്വര, ആ ജഗദീശ്വര സത്തയിൽ നിന്ന്, മാമതിയിൽ നിന്ന്, പരമാത്മസ്വരൂപത്തിൽ നിന്ന്, ഏകമായ പരമാത്മസ്വരൂപത്തിൽ നിന്ന്. ഇവിടെ ഉപനിഷത്തിന്റെ തത്വമാണ് വെച്ചിരിക്കുന്നത്. ചാന്തോക്യ ഉപനിഷത്തിലെ ഒരു ദർശനം ഇവിടെ ഈ ശ്ലോകത്തിൽ നിഴലിക്കുന്നുണ്ട്. അതായത് ഉദ്ദാലക മുനി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ ഗുരുകുലത്തിലേക്ക് അയച്ച് സകല വിദ്യാപാരംഗതനായി പിതാവിന്റെ മുന്നിലേക്ക് വന്ന ആ മകനോട് ചോദിക്കുന്നുണ്ട്. മകന്റെ മുഖത്ത് വിദ്യ കൊണ്ട് അറിയേണ്ടത് വിനയമില്ല, അതുകൊണ്ട് അത് കണ്ടപ്പോൾ മനസ്സിലായി അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ചോദിക്കുകയാണ്, നീ എന്തറിഞ്ഞാലാണ്, യാതൊന്നിനെ അറിഞ്ഞാലാണോ മകനെ എല്ലാത്തിനെയും അറിയാൻ സാധിക്കുന്നത്? യാതൊന്നിനെ കേട്ടാലാണോ മകനെ എല്ലാതും നീ കേട്ടതായി ഭവിക്കുന്നത്? അത്തരത്തിലുള്ള അറിവ് നിനക്ക് ഗുരു പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എന്നെ തിരിച്ചയച്ചാലോ എന്ന് കരുതി ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴാണ് പിതാവ് പുത്രൻ ഉപദേശിക്കുന്ന ആ ഒരു ഗുരു ശിഷ്യ സംവാദ രൂപത്തിലൂടെ ചാന്തോക്യ ഉപനിഷത്ത് തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു തുടങ്ങുക, മകനെ, ഒരു സ്വർണ്ണക്കട്ടയെ നീ അറിഞ്ഞാൽ മതി, പിന്നെ
മാലയോ വളയോ കമ്മലോ അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബഹുവിധമായ വസ്തുക്കളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് ആ സ്വർണം തന്നെയാണ്. സ്വർണത്തിന്റെ വിലാസം തന്നെയാണ് ആ എല്ലാ ആഭരണങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് നീ ഒരു സ്വർണം അറിഞ്ഞാൽ മതി, ബാക്കി എല്ലാ അറിവും നിനക്ക് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് ആ ഒരു അറിവാണ് ഒന്നായ മാമതി, ഏകമായ സത്ത. അതിൽ നിന്നാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പലത് വന്നിരിക്കുന്നത് ഒന്നിൽ നിന്നാണ് എന്ന് ഗുരു പറയാണ്. അതായത് സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, അത് അവ്യാകൃതമായിരുന്നു. പുതിയ പദങ്ങളൊക്കെ നമ്മൾ പഠിക്കുക കേട്ടോ, നിങ്ങൾ പഠിപ്പിക്കേണ്ടവരല്ലേ. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഇത് ഒരു വലിയ ആൽമരങ്ങളിലുണ്ട്. 500 വർഷം വരെ നിലനിൽക്കുന്ന ഒരു വൃക്ഷമാണ് ആൽവൃക്ഷം. അതിന്റെ വിത്തില് ആ വലിയൊരു തരിയുള്ളൂ, ഒരു സ്മോൾ മൈക്രോ അത്രയുള്ള ആ തരിയുടെ ഉള്ളിൽ ആ 500 വർഷം നിലനിൽക്കുന്ന, പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആ വൃക്ഷം എങ്ങനെ സൂക്ഷ്മരൂപത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈ നാമരൂപ രഹിതമായ ബ്രഹ്മസത്തയിൽ നിന്ന് നാമരൂപ സഹിതമായ ഈ പ്രപഞ്ചമുണ്ടായി. ഒന്നായ മാമതി അവ്യാകൃതമായിരുന്നു, നാമരൂപരഹിതമായിരുന്നു. അതിൽ നിന്ന് നാമരൂപത്തോട് കൂടിയ നമ്മളൊക്കെ ഉണ്ടായി. നമുക്ക് ആരെ പേരിട്ടെ? ആരോ തന്ന പേരാ, ആരുടെയോ മനസ്സിലിട്ട പേരാ. നമ്മൾ ആ പേരിനോട് എത്രയോ താതാത്മ്യം വന്നിരിക്കുന്നു. ആ പേര് വിളിച്ചതിന് ആരെ എന്നെ വിളിച്ചത് ചോദിക്കില്ലേ? ഒത്തിരി താതാത്മ്യപ്പെട്ട് ജീവിക്കുകയാണ് നമ്മൾ അതിലൂടെ. അതൊന്നും എന്താ പറയുക, ആരോ തന്ന പേര്, അതിൽ ഭ്രമിച്ച് ഈ ലോക ജീവിതത്തെ വഴിയറിയാതെ സഞ്ചരിക്കുന്ന യാത്രക്കാരായ നമ്മളോട് ഗതി പറഞ്ഞു തരിക, ഇതാണ് നിന്റെ ഗതി എന്ന് ഗുരു പറഞ്ഞു തരികയാണ്. അപ്പോ ആ ഏകമായ ഈശ്വര സത്ത ഒന്ന് സ്പന്ദിച്ചപ്പോൾ അതിൽ നിന്ന് 1000 ത്രിപുടികൾ വന്നു. സൃഷ്ടി ആരംഭിക്കുന്നത് ആദ്യം ധ്വനിമയമായി ഗഗനം ജ്വലിച്ചുകൊണ്ടാണ്. ഏത് സൃഷ്ടി നടന്നോ അവിടെ ആദ്യം ഉണ്ടാകുന്നത് രൂപമാണ്, നാദമാണ് രൂപമായി മാറുന്നത്. സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം ചലനം ഉണ്ടാവും, ആ ചലനത്തിനെ നാദമെന്ന് പറയും. ആ നാദമാണ് രൂപമായി മാറുന്നത്. അപ്പൊ ആദ്യം ആകാശമാണ് ഉണ്ടായത്. ആകാശം, അത് ശബ്ദത്തോടു കൂടിയാണ് ആകാശം സ്പന്ദിച്ചുയർന്നത്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിത്തായി അവിടെ കിടക്കട്ടെ, ആ വിത്ത് മുളച്ചുകൊള്ളും, സംശയമൊന്നുമില്ല. അപ്പോൾ ആകാശം ശബ്ദമയമായി പ്രത്യക്ഷപ്പെട്ടു. ആ ആകാശത്തിൽ ബാക്കി 4 ഭൂതങ്ങൾ വന്നെന്ന് നിരന്നു. ഒരു നാടകവേദി സങ്കല്പിച്ചാൽ മതി. ആദ്യം ശബ്ദത്തോടുകൂടി ആകാശം വരുന്നു. ആ ആകാശത്തിലേക്ക് മറ്റ് ഭൂമി, ജലം, വായു, അഗ്നി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ വന്നു. എങ്ങനെ വന്നത്? ത്രിപുടിയായിട്ടാണ് വന്നു. 1000 എന്ന പദത്തിന് ഇൻഫിനിറ്റ് എന്നുള്ള അർത്ഥമാണ്, അനന്തമായത്. വെറും 1000 എന്നുള്ള അർത്ഥമല്ല, അനന്തകോടി, അനന്തമായ. അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത എണ്ണമായതുകൊണ്ട് വെറും 1000 കൂടി പറഞ്ഞു വെച്ചു. ഒരു 10,000 ആതിഥേയം, ഒരു കോടി ദിവാകരം, പറയാൻ പറ്റാത്തത് ആ കോടിയൊക്കെ. പക്ഷെ ഗുരു ആ പരമസത്യത്തെ പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ മാത്രമാണ്. അപ്പോ ഏകമായ പരമേശ്വര സത്തയിൽ നിന്നും ജഗദീശ്വര ചൈതന്യത്തിൽ നിന്നും 1000 ത്രിപുടികൾ വന്നു. ത്രിപുടി എന്ന് പറഞ്ഞാൽ 3 പുടം. ഇപ്പൊ ഒരു പേപ്പർ, നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു പേപ്പർ 3ആയിട്ട് മടക്കിയാൽ ഇവിടെ പേരിട്ടോ, കേരളം, കർണാടക, തമിഴ്നാട് പേരിട്ടോ. ആ 3 പേരുകളിൽ ഭ്രമിച്ചു പോയി നമ്മള്. പക്ഷെ ആ 3 പേരുകളും ഒരേ ഒരു പേപ്പറിന്റെ 3 ഭാഗങ്ങളല്ലേ? ആ 3 പുടങ്ങളിൽ മടങ്ങിയിരിക്കുന്ന പേപ്പർ മാത്രമല്ലേ? 3ആയിട്ട് മടങ്ങുമ്പോൾ 3 പുടത്തിൽ ഇരിക്കുന്ന പേപ്പർ അല്ലേ? കേരളത്തിന്റെ ഒരു പേപ്പർ, കർണാടകയുടെ ഒരു പേപ്പർ, അങ്ങനെയല്ലല്ലോ. ഒരെണ്ണം തന്നെ 3ആയിട്ട് മടക്കിയതല്ലേ? അങ്ങനെ കരുതിയാൽ മതി. അപ്പോ ഈശ്വര സത്തയിൽ നിന്ന് ആയിരക്കണക്കിന് വിഷയജാലങ്ങൾ ഉണ്ടായി. ത്രിപുടി എന്ന് പറഞ്ഞ ഭൗതിക വിഷയങ്ങൾ ഉണ്ടായി. അത് 3 പുടങ്ങളായിട്ടാണ് വന്നത്. അറിയുന്ന ഞാൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ്. അത് നിങ്ങൾ പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ചേർത്ത് പറഞ്ഞു. കാണുന്ന ഞാൻ, കാണപ്പെടുന്ന വസ്തു, പറഞ്ഞു നോക്കി, കാഴ്ച. കേൾക്കുന്ന ചെവി, കേൾക്കുന്ന ശബ്ദം, കേൾവി. മണക്കുന്ന മൂക്ക്, മണക്കുന്ന ഗന്ധം, മണം. മനസ്സിലാകുന്നുണ്ടോ? സ്പർശം അല്ലെ? ആ തൊക്ക്, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ ഇതുപോലെ കണക്ട് ചെയ്ത് പോവുക. മനസ്സിലായോ? കാണുന്നവൻ, കാണുന്ന വസ്തു, കാഴ്ച. അതുപോലെ 4 ഇന്ദ്രിയങ്ങളെ വെച്ച് പറഞ്ഞു. നമ്മൾ ഈ ത്രിപുടിയിൽ അറിവെടുക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. 5 ജീവി എന്ന് പറയും മനുഷ്യന്. 5 ജീവി.
ആറാമതൊരു ഇന്ദ്രിയവും ഇല്ല, ആറാമതൊരു ഭൂതവുമില്ല. അപ്പോൾ ഇതിലൂടെ വന്ന അറിവുകൾ ത്രിപുടിയായിട്ടാണ് അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവുമായിട്ടാണ് വന്നത്. മൂന്ന് ഗുണത്തിലും ഇരിക്കുന്ന അറിവ് ഒന്നാണെന്ന് അറിയാതെ മൂന്നായിട്ട് കരുതി നമ്മളെ രാമനെ, കൃഷ്ണനെ, ഗോവിന്ദനെ, ഗോപാലനെ, ഇതിനറിയണ എന്നെയൊക്കെ പലതായിട്ട് കണ്ടുപോയി. പലതായിട്ട് കണ്ടുപോയപ്പോഴുള്ള പ്രശ്നത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. തിരിച്ച് സഞ്ചരിക്കാൻ പോവാണ്. ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ടു. രണ്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ മിണ്ടല്, അതും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. ഇനി എനിക്ക് പണ്ടേ കണക്ക് വരണം, ആ ഒന്നായ മാമതിയിലേക്ക് പോകണം. അത്രേ ഉള്ളൂ അല്ലേ? സഞ്ചരിക്കണ്ടേ, തിരികെ നടക്കണ്ടേ? എത്ര ജന്മങ്ങളായി മനുഷ്യ എത്രയോ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവസാനം ശ്രേഷ്ഠ ജന്മമായ മനുഷ്യ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മനുഷ്യന് മാത്രമേ സ്വസത്തയെ കുറിച്ച് വിചാരം ചെയ്യാൻ സാധ്യമാകുള്ളൂ, മറ്റൊരു ജീവിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത്രയും പേര് വേദിയിൽ ഇരിക്കാൻ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചത്, പറയാനും കേൾക്കാനും ഒക്കെ. അപ്പൊ നോക്കിക്കേ, ഒരേ ഒരു പരമേശ്വര, അതായത് ജഗതീശ്വര സത്തയിൽ നിന്നും ആയിരക്കണക്കിന് ത്രിപുടികൾ വന്ന് വിഷയജാലങ്ങൾ വന്നപ്പോൾ എന്തു പറ്റി? ആശു പെട്ടെന്ന് തന്മതി മറന്നുപോയി. എന്റെ സ്വരൂപത്തെ ഞാൻ മറന്നുപോയി. സ്വരൂപം എന്താ? എന്റെ സ്വരൂപം എന്തായിരുന്നു? ഒന്നായ മാമതി തന്നെയായിരുന്നു. പരമമായ അറിവ് ബോധം തന്നെയായിരുന്നു ഞാനെന്ന് ഞാൻ മറന്നുപോയി. ഞാനിപ്പോ സഞ്ചരിക്കുന്നത് രാധയായിട്ടാണ്. രാധയ്ക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. രാധയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. കുറെ കഴിയുമ്പോൾ രാധയെ ഒത്തിരി ചാരമായിട്ട് കൊടുക്കേണ്ടി തരും. അവിടെ തിരിഞ്ഞു പറഞ്ഞു, ഞാൻ എന്തിനാ ജീവിച്ചേ? എന്തായിരുന്നു എന്റെ ലക്ഷ്യം? മക്കളെ വളർത്താനാണെങ്കിൽ മക്കളൊക്കെ തിരിഞ്ഞു അവിടെ ഇവിടെയൊക്കെ പറന്നു പോവുകയും ചെയ്തു അല്ലേ? പക്ഷെ നിന്റെ ജീവിതത്തിന്റെ രഹസ്യം തേടേണ്ടത് നിന്റെ മാത്രം കടമയാണ്. അത് മറ്റാരും നമുക്ക് കൂട്ടുണ്ടാവില്ല. അത് നീ തിരയുക. അതിന്റെ ആ മാർഗത്തിൽ വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ. അപ്പൊ പറയാണ്, സ്വരൂപം മറന്നുപോയ വഴി മറന്ന യാത്രക്കാരാണ് നമ്മൾ. ഒരു യാത്രക്കാരൻ അവൻ എത്തേണ്ട ലക്ഷ്യത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അവന്റെ യാത്ര എത്ര വിഫലമായി മാറും അല്ലേ? അപ്പോ നേരായ വഴിയിലേക്ക് മഹാഗുരു നമ്മളെ കൊണ്ടുപോവുകയാണ്. നീ ഇത്രയും നാൾ നടന്നതല്ല നിന്റെ വഴി എന്ന് പറയുക. അപ്പൊ പറയാണ്, തന്മതി മറന്നുപോയി, സ്വരൂപം മറന്നപ്പോൾ കണ്ട വഴിയെ സഞ്ചരിച്ചു. സ്വരൂപം മറന്നത് എന്തുകൊണ്ടാ തന്മതി മറന്നത്? ഞാൻ ഈശ്വര സത്തയാണെന്ന് മറന്നുപോയത് എന്തുകൊണ്ടാ? തന്മതി എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപം. എന്തുകൊണ്ടാ മറന്നേ? ത്രിപുടി വന്നതുകൊണ്ട്. ത്രിപുടി എവിടെന്നാ വന്നേ? ഒന്നായ, തിരിച്ചു പറഞ്ഞേ, ഒന്നായ മാമതിയിൽ നിന്ന് ത്രിപുടി വന്നപ്പോൾ എന്തു പറ്റി? തന്മതി മറന്നുപോയി. അപ്പൊ എന്താ പറ്റിയെന്ന് നോക്കിക്കേ, അന്നാദിയിൽ പ്രിയം ഉയർന്ന മുന്നിൽ കണ്ടതൊക്കെയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് കരുതി. അന്നാദി എന്ന് പറയുമ്പോൾ എല്ലാം എടുത്തുകൊള്ളണം. നമുക്ക് ഭൗതികത്തിൽ എന്തൊക്കെ നമ്മളെ സുഖിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു, അതൊക്കെ അന്നമാണ്. അന്നവും വസ്ത്രവും സുഖഭോഗ സൗകര്യങ്ങളെല്ലാം പെടും. ഇതിനാണ് നമ്മുടെ പ്രിയം. സത്യമാണോ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. തിരിഞ്ഞ സത്യത്തെ അറിയണമെന്ന് കരുതിയവർ ഇത്രയും പേര് നമുക്ക് ഇവിടെ ഉള്ളൂ അല്ലേ? ഭ്രമിച്ചു കഴിയുന്ന മനുഷ്യർക്കൊന്നും ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവസാനം മലന്നിങ്ങനെ നമ്മളൊരു മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സമയമുണ്ട് ജീവിതത്തില്. ആ സമയത്ത് ശാന്തി ഏകുവാൻ നമ്മൾ പഠിച്ച മന്ത്രങ്ങൾ മാത്രമേ, നാമജപങ്ങൾ മാത്രമേ നമുക്ക് കൂട്ടാവുകയുള്ളൂ. അപ്പൊ നോക്കൂ, 1000 ത്രിപുടി വന്ന് ആശു തൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന്, ഭൗതിക വസ്തുക്കളിൽ കൂടുതൽ താല്പര്യമുയർന്ന്. അന്നാദിയിൽ പ്രിയമുയർന്നത് എന്തിലൂടെയാ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയുന്ന വസ്തുക്കളിൽ ഞാനങ്ങ് അഭിനയിച്ചു പോയി. എന്റെ കണ്ണിനെ ത്രസിപ്പിക്കുന്ന എത്ര കാഴ്ചകൾ, എന്റെ ചെവിയെ എന്താ പറയുക ആനന്ദിപ്പിക്കുന്ന എത്രയോ ശബ്ദങ്ങൾ, എന്റെ മനസ്സിനെ കുതിപ്പിക്കുന്ന എത്രയോ വാർത്തകൾ അല്ലെ? ഇതിലൊക്കെ ഞാനിങ്ങനെ പെട്ട് വഴിയറിയാതെ വലയുകയാണ്. അപ്പൊ പറയാണ്, അന്നാദിയിൽ പ്രിയമുയർന്നപ്പോൾ സംഭവിച്ചത് എന്താ? ആടലാം കടലിൽ, ദുഃഖക്കടലിൽ, ആടൽ എന്ന് പറഞ്ഞ ദുഃഖം, ആടലാം കടൽ എന്ന് വെച്ച സംസാര സാഗരത്തിൽ ഒന്നായി വീണു വലയും. മുഴുവനായി വീഴുക മാത്രമല്ല, വലയുകയും ചെയ്തിരിക്കുക. ഈ അസത്യത്തിനെ സത്യമെന്ന് കരുതി പിടിച്ച് അതിൽ മൂലം ഉണ്ടായ ദുഃഖത്തിൽ വീഴുക മാത്രമല്ല, ഞാൻ ജന്മാന്തരങ്ങളായി വലഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ
ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും എത്രയോ ജന്മങ്ങൾ താണ്ടിട്ട ഈ ശ്രേഷ്ഠ കിട്ടിയെ അതിന് ഇനി തച്ചുടയ്ക്കരുത്. അവിടെ നിന്ന് പുറകോട്ട് പോകരുത്. അവിടെ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. പിടിച്ചു കയറിക്കോളും. അപ്പൊ നോക്കി, ആടലാം കടലിൽ ഒന്നായി വീണു പോലെ. എന്തുകൊണ്ടാണ് ഗുരു ഇതിനെ ആടലാം കടലെന്ന് പറഞ്ഞത്? നമുക്കിവിടെ സന്തോഷമുള്ള പല കാര്യങ്ങളും ഈ ലോക ജീവിതത്തിലുണ്ട്. പിന്നെ ഗുരു പറഞ്ഞിട്ടില്ല ഇത് ആടലാം കടലാണ്. എവിടെയാ? സുഖവും ഒരിക്കലുമില്ല, ദുഃഖമല്ലാതെ ഇഹപരലോകവും ഇല്ലതെല്ലുപോൽ. ഈ ലോകവും പരലോകവും പോലും ഇല്ലാത്തതാ. സങ്കല്പിച്ചുണ്ടാക്കിയ ലോകമാണിത്. ഇവിടെ സുഖം എടുക്കാൻ നിന്നാൽ എവിടെയാ സുഖം കിട്ടുക? എത്ര സമയങ്ങൾ കഴിഞ്ഞു പോയെന്ന് ഓർത്തു നോക്കൂ. കുഞ്ഞു പ്രായം മുതൽ ഇത്രയും പ്രായം വരെ കടന്നുപോയി. ആ സുഖങ്ങൾ വല്ലതും ഇത് ഓർമ്മയുണ്ടോ? ഒന്നുമില്ല, അല്ലേ? അപ്പോ ഇതെല്ലാം ഒരു ഭ്രമം മാത്രം, എല്ലാ സ്വപ്നതുല്യം മാത്രം എന്ന് ഗുരു പറഞ്ഞ പോലെ ആ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ സത്യമായതിനെ മാത്രം ജീവിതത്തിൽ ഏറ്റുവാൻ, നെഞ്ചിലേറ്റുവാൻ ശ്രമിക്കുക. നമ്മൾ ഇത് ദുഃഖക്കടൽ തന്നെയാണ്. തലയിലില്ലാത്തതാണ്, സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇളകിയാടുന്ന തൂണ രക്ഷ കിട്ടില്ല. അതുകൊണ്ട് ഉറപ്പുള്ള തൂണിനെ ഗുരു നമ്മുടെ കയ്യിൽ വെച്ച് തരിക. ആടലാം കടലിൽ ഒന്നായി വീണ് വലയുന്നവരാണ് നമ്മൾ. ഇത് ഒരു 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 എന്താ പറയാ, ഒരു ഭക്തന്റെ, ഉപാസകന്റെ പൂർവാവസ്ഥയാണ്. പ്രപഞ്ചത്തിന്റെ സ്വരൂപം കൂടിയായി. ഇനി അവിടുന്ന് തിരിച്ചു കിടക്കാനുള്ള മാർഗം ഒരു 1-ാം ശ്ലോകത്തിൽ അവസാന ഭാഗത്ത് പറയുക. നോക്കി, എന്നാശയം, എന്റെ ആശയം, എന്റെ മനസ്സ്. എന്റെ മനസ്സിപ്പോ എങ്ങനെ ഇരിക്കുന്നത്? ആടലാം കടലിൽ വീണ് വലഞ്ഞു. കാരണം എന്താ? എന്തുകൊണ്ട് ആടലാം കടലിൽ വീഴാൻ കാരണം? തന്മതി സ്വരൂപം മറന്നുപോയി. സ്വരൂപം അർപ്പിച്ചതാരാ? ത്രിപുടി. ത്രിപുടി എവിടെ നിന്നാ ഉണ്ടായേ? ഒന്നായ മാമതിയിൽ. തിരിച്ചു പറഞ്ഞേ, ഒന്നായ മാമതിയിൽ നിന്ന് എന്തുണ്ടായി? ആ ഇനം ത്രിപുടി വന്നു. ആ ത്രിപുടി വന്നപ്പോ എന്ത് പറ്റി? തന്മതി ഞാൻ ആരാന്ന് മറന്നുപോയി. ആരാന്ന് ഞാൻ പറഞ്ഞ ഈശ്വര സത്യാന്ന് മറന്നുപോയി. എന്റെ വഴി മറന്നുപോയി. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്ത് പറ്റി? കണി കടലൊക്കെ പിടിച്ചു. അനാദിയിൽ പ്രിയം ഉയർന്നു. അപ്പൊ എന്ത് പറ്റി? ദുഃഖക്കടലിൽ വീണ് വലഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സുഖമെന്ന് കരുതി എന്ത് പിടിച്ചാലും അത് നമ്മളെ അവസാന ദുഃഖത്തിൽ കൊണ്ടെത്തിക്കും. അത് നമുക്ക് മടുപ്പുളവാക്കുകയും ചെയ്യും. ആത്മാനന്ദം ഒഴിക്കും. അങ്ങനെ ഇരിക്കുന്ന എന്റെ ആശയം, എന്റെ മനസ്സാണ് എന്റെ ആശയം. എന്റെ മനസ്സിന്റെ അവസ്ഥ ഇപ്പൊ ഇതാ, വലഞ്ഞിരിക്കുക. തിരിച്ചു കയറുക. ഗതി തരും, ഗതിയെ തരുന്ന, ഗതി എന്ന് പറഞ്ഞ മോക്ഷം. ഋഷീശ്വരന്മാർ ജ്ഞാനാക മോക്ഷം. എവിടെ ഗതി എന്ന പദം ഗുരുക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം മോക്ഷം എന്നാണ്, ജ്ഞാനം. അപ്പോ ഗതി പെറും എന്ന് പറഞ്ഞാൽ എന്താ? സകലം പെറും ആദ്യ ബീജമാണ് അമ്മ, ജനനി, വിശ്വജനനി, പ്രപഞ്ച ശക്തി, ഈ ജഗതീശ്വര ശക്തി. ആ ശക്തിയാണ് ഗതി പെറുന്ന. പരമമായ ഗതിയെ എനിക്ക് വേണം. എനിക്ക് അവിടെ ഇവിടെയും എന്നെ കൊണ്ടേ വരയ്ക്കുന്ന ഗതി എനിക്ക് വേണ്ട. ഇനി ജന്മങ്ങൾ കുറെ കഴിഞ്ഞു, എനിക്കിന് നല്ല ഗതി മതി, സദ്ഗതി മതി. ആ സദ്ഗതിയെ പ്രസവിക്കുന്ന, തരുന്ന, ഗതി പെറുന്ന, നല്ല ഗതിയെ തരുന്ന നാദഭൂമിയിൽ അമരണം. നാദഭൂമി, ഓങ്കാരഭൂമികയിൽ. അതായത് ഇത് ഒത്തിരി ഒരു ജന്മം മുഴുവൻ വ്യാഖ്യാനിച്ചാൽ തീരില്ല. ഈ നാദഭൂമി, ഗുരുവിന്റെ കൃതികൾ, ഒരു ഹോംവർക്ക് നിങ്ങൾ ഇന്ന് പോയിട്ട് ചെയ്യുക. ഗുരുവിന്റെ കൃതികളിൽ നാദം എന്നുള്ള വാക്ക് എത്ര കൃതികളിലുണ്ട്, എത്ര പ്രാവശ്യമുണ്ടെന്ന് എഴുതി വെച്ചോ. നമ്മൾ ആദ്യം പറഞ്ഞു, സൃഷ്ടി ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായത് എന്താ? രേതസ്സും രക്തവും ചേർന്നപ്പോൾ ആദ്യം നാദമല്ലേ തിരണ്ടേ? നാദം തിരണ്ടപ്പോഴല്ലേ രൂപം വന്നേ? എന്ത് രൂപം ഇവിടെ വന്നാലും ആദ്യം എന്ത് വേണം? ഒരു നാദം ഉണ്ടാവും. ആദ്യം വചനം, വചനം രൂപമായി. അപ്പോൾ ഈ തുടങ്ങിയിടമാണ് നാദഭൂമി. അവിടേക്കല്ലേ അടങ്ങാൻ പറ്റുള്ളൂ. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അല്ലെ? ശബ്ദത്തോടു കൂടി പ്രപഞ്ചം ഉണ്ടായി. അതിങ്കലണയും അശേഷ ദൃശ്യജാലം. അതിൽ ആയിരക്കണക്കിന് ത്രിപുടികൾ വന്നു. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ആ ത്രിപുടി തിരിച്ചടങ്ങണം എങ്ങോടാ? ഈ നാദഭൂമിയിലേക്ക്. സ്വരവും അടങ്ങും ഇടം, ആ ശബ്ദവും അടങ്ങുന്ന ഇടം സ്വയം പ്രകാശമായ അഖണ്ഡബോധ സ്വരൂപമാണ്. അത് തന്നെ ഇവിടെ അർത്ഥം.
ആ നാദഭൂമിയിലേക്ക് അമരണം. ഞാൻ സൃഷ്ടിതമായപ്പോൾ എനിക്ക് രൂപം കിട്ടിയത് ആ നാദത്തിലൂടെയാണ്. എൻ്റെ ശരീരത്തിന്റെ ബേസിക് എനർജി ആ നാദമാണ്, ഓങ്കാരമാണ്. ഈ പ്രപഞ്ചത്തിന്റെയും ബേസിക് എനർജി ആ ഓങ്കാരമാണ്, നാദമാണ്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ വിലയിക്കുന്ന ഇടമാണ് നാദഭൂമി. പര എന്ന് പറയുന്നത് പര, പശ്യന്തി, മധ്യമ, വൈഖരി 4 തലങ്ങളാണ് ശബ്ദത്തിനുള്ളത്. അതിൽ പര, ആ ശബ്ദം ഉണ്ടായ സ്ഥലമാണ് പര. അവിടേക്ക് തിരിച്ചടങ്ങണേ ഭഗവാനെ, ഇനി എന്നെ ഇട്ട് വരട്ടല്ലേ ഓരോ ജന്മാന്തരങ്ങളിലും. നാദഭൂമിയിലേക്ക് വലഞ്ഞിരിക്കുന്ന എന്റെ മനസ്സ് അമരണമെങ്കിൽ കുറെ ജോലി ചെയ്യണം. പ്രാർത്ഥിച്ചോണ്ടാവോ? പറ്റില്ല. വാസനകൾ അറുക്കണം, മനസ്സിനെ അടക്കണം, സത്യം തിരിച്ചറിയണം. അതിന് ഒത്തിരി പ്രയത്നമുണ്ട്. അതിനുള്ള വഴി കൂടി പറഞ്ഞു തരുന്നുണ്ട്. സഞ്ചരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ പറയാണ്, എന്റെ ആശയം പരമമായ ഗതിയിലേക്ക് എന്നെ എത്തിക്കുന്ന, ആ മോക്ഷം എനിക്ക് തരുന്ന, ഇത്രയും നാളും ഞാൻ ഗതി വെച്ചത് എൻ്റെ മക്കളിലെ, എൻ്റെ സമ്പത്തിലെ, എൻ്റെ ഭൗതികമായ സാമൂഹിക ബന്ധങ്ങളിലൊക്കെയാണ് എനിക്ക് ഗതി എന്ന് ഞാൻ കരുതിയിരിക്കുന്നത്. അതൊന്നും ഗതിയല്ല കേട്ടോ. അധികാരമുള്ളിടത്തോളം ആളുണ്ടാവും, ധനമുള്ളിടത്തോളം ആളുണ്ടാവും, ആരോഗ്യമുള്ളിടത്തോളം മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പരമമായ ഗതി തന്ന ആ ശക്തി മാത്രമേ നമുക്ക് കൂട്ടാനുണ്ടാവുള്ളൂ. അത് ആരോഗ്യമുള്ളപ്പോൾ അതിനെ ചിന്തിക്കണം, ആരോഗ്യപ്പെടുമ്പോഴല്ല. അപ്പൊ പറയാണ്, ആ നാദഭൂമിയിലേക്ക് തന്നെ തിരിച്ചമരണം. എന്നിട്ട് ആവിരാപടലും. ആവിരാപ എന്ന് പറഞ്ഞ, ആവിക്ക് എന്ന് പറഞ്ഞ പ്രകാശം, ആഭ ശോഭ. ആവിരാപ എന്ന് പറഞ്ഞ വർദ്ധിച്ച പ്രകാശത്തോടെ നാദഭൂമിയിലേക്ക് അമർന്നു കഴിയുമ്പോൾ ആത്മപ്രകാശം കണ്ടു തുടങ്ങും. അതായത് ഇച്ചിരി വേദാന്തമാണ്, ദാർശനികം തന്നെയാണ് ജനീനാവൃതമഞ്ജരി. ശ്രദ്ധയോടെ ഉറക്കം വരരുത്, ശ്രദ്ധയോടെ മനസ്സിവിടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാകണേ മഹാഗുരു എന്ന് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കണം, എൻ്റെ ഭഗവാനെ എൻ്റെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിതമാകണേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അതായത് തിരിച്ച് നമ്മൾ അടങ്ങുമ്പോൾ, ആ നാദ വന്നിടത്തേക്ക് തന്നെ തിരിച്ചടങ്ങുമ്പോൾ, ആ നാദഭൂമിക്കപ്പുറം പരമമായ സത്ത പ്രകാശ സ്വരൂപം, ഒരു 10,000 ആതിഥേയർന്ന് ഗുരു പറഞ്ഞ ആ പ്രകാശം കണ്ടു തുടങ്ങും. ആവിർഭൂതമാകുന്ന വെളിച്ചം, ആത്മപ്രകാശം, ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചം എന്നൊക്കെ ആവിരാപിക്കപ്പോഴും. അപ്പോൾ സ്വരം അടങ്ങിക്കഴിയുമ്പോൾ ആത്മപ്രകാശം തെളിയും. എന്നിട്ട് എൻ്റെ ചിന്നാഭിയിൽ, എൻ്റെ ജ്ഞാനസ്വരൂപത്തിൽ, ചിത്തം എന്ന് പറഞ്ഞ ബോധമാണ്, എൻ്റെ ബോധ കേന്ദ്രത്തിൽ, എൻ്റെ ജ്ഞാനബിന്ദുവിൽ എന്ത് ചെയ്യണം? അറുമ്പടി കലരണം. എന്താ അറുമ്പടി കലരണ്ടേ? എന്താ അറുമ്പടി കലർന്ന് ആറേണ്ടത്? ശ്രദ്ധിച്ചൊരാകുമ്പോ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റി, ഞാൻ ചോദിച്ചത് എന്താണ് അറുമ്പടി കലർന്ന് ആറേണ്ടത്? വെരി ഗുഡ്. ത്രിപുടിയിലല്ലേ നമ്മൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്? ത്രിപുടിയല്ലേ? 3 കുടങ്ങളിലുമുള്ള ഒന്നാണ് അറിവെന്നറിയാതെ 3 കരുതിപ്പോയതല്ലേ നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം തുടങ്ങിയെടുത്ത് അവസാനിക്കണ്ടേ? അല്ലാതെ അവസാനിക്കുമോ? ഇല്ല. അപ്പോ തുടങ്ങിയ ശബ്ദത്തോടു കൂടിയല്ലേ? അച്ഛന്റെ ആ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് സ്പന്ദിച്ചപ്പോൾ, ആ ഒന്നായപ്പോൾ ഉണ്ടായ രൂപം, ആ നാദമാണ് നമ്മളായിരിക്കുന്നത്. അത് തിരിച്ചടങ്ങണ്ടേ? അപ്പൊ നാദഭൂമിയിലേക്ക് തന്നെ അമർന്ന് അവിടെ നിന്ന് ആത്മപ്രകാശം തെളിഞ്ഞ്, ആവിരാപം തെളിഞ്ഞ്, എന്റെ ചിന്നാവിയിൽ, എന്റെ ജ്ഞാനസ്വരൂപത്തിൽ ത്രിപുടികളെല്ലാം എന്നാണ് അറുമ്പടി കലരുക, ഞാനും നീയും ഞെരുക്കെ കലരുന്നത്. ദൈവമേ, നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നത് എന്നാണമ്മേ, എന്നാണ് ഞാനൊന്ന് ആറിത്തണക്കുന്നത്. ഈ ആഴലാങ്കടലിലെ ദുരിതങ്ങളാകുന്ന ചൂടിൽപ്പെട്ട് വലയുന്ന എരുതിയിൽ നിന്ന് വരചട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം എന്നാണ് അമ്മ ഒന്നാറ് തലക്കുക. ഭഗവാന്റെ കൃതികൾ നമ്മൾ പറയുമ്പോഴല്ലോ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്കൊരു മിണ്ടാൻ പറ്റും. ഇത്രയും ശ്രേഷ്ഠമായ രചന നമുക്ക് തന്നിട്ട് നമുക്കൊക്കെ കയ്യിൽ വരണയൊക്കെ ഇപ്പോഴൊക്കെ ആയിരുന്നു അല്ലേ? നമുക്കൊന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് 2ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. പറഞ്ഞു, ഒന്നായ മാമതിയിൽ നിന്ന് ആയിരക്കണക്കിന് വിഷയജാലങ്ങൾ ഉണ്ടായപ്പോ എന്ത് പറ്റി?
ചേർത്ത് പറഞ്ഞോ, വിഷയജാലങ്ങളാണ്. ത്രിപുടി പറഞ്ഞപ്പോൾ എന്ത് പറ്റി? തന്മതി മറന്നപ്പോ എന്ത് പറ്റി? അനാദിയിൽ പ്രിയമുയർന്നു. അപ്പൊ എന്ത് പറ്റി? അനാദി ദുഃഖ, സുഖമല്ല, ദുഃഖക്കടലിൽ ഒന്നായി വീണ് വരഞ്ഞ എന്റെ ആശയം എന്ന് പറഞ്ഞ എന്താ? എന്റെ മനസ്സ് ഗതി പെറുന്ന പരമമായ മോക്ഷത്തെ തരുന്ന നാദഭൂമിയിലേക്ക്, ഓങ്കാരഭൂമിയിലേക്ക് തിരിച്ചമർന്ന് വർദ്ധിച്ച പ്രകാശത്തോടെ ആത്മപ്രകാശം ഉയർന്ന് എന്റെ ജ്ഞാനസ്വരൂപത്തിൽ, എന്റെ ചിന്നാഭിയിൽ, എന്റെ ആ ജ്ഞാന കേന്ദ്രത്തിൽ ത്രിപുടികളെല്ലാം അസ്തമിച്ച് ഞാൻ എന്നാണ് ഒന്ന് ആരിത്തണുക്കുന്നത് എന്നാണ് 1-ാമത്തെ ശ്ലോകം. അത് നിങ്ങൾ ഇന്ന് മനനം ചെയ്തുകൊള്ളണം. ഇത് ഇത്രയും രീതിയിലേക്ക് പോകാനേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത 2-ാമത്തെ ശ്ലോകം നോക്കാം.